മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. US മാർച്ച് ഫോർ ലൈഫിന് പാപ്പയുടെ സന്ദേശം. ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി വാദിക്കുന്നതിലൂടെ തൻ്റെ ഏറ്റവും എളിയ സഹോദരങ്ങളിലൂടെ തന്നെ ശുശ്രൂഷിക്കാനുള്ള കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റുകയാണ് ചെയ്യുന്നതെന്ന് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. വാഷിംഗ്ടൺ DC-യിൽ ജനുവരി 23 നടന്ന മാർച്ച് ഫോർ ലൈഫിൽ സംബന്ധിക്കുന്നവർക്കാണ് പാപ്പ സന്ദേശമയച്ചത്. മറ്റെല്ലാ അവകാശങ്ങളുടെയും അടിസ്ഥാനം ജീവിക്കുവാനുള്ള അവകാശത്തിന് സംരക്ഷണമാണെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ട് പറയുന്നു. അംഗീകാരം നൽകി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ എക്സ്ട്രാ ഓർഡിനറി യൂക്കാരിസ്റ്റിക് മിനിസ്റ്റേഴ്സിന്റെ 5ാം ബാച്ച് പരിശീലനത്തിൽ വിവിധ സന്യാസിനി സമൂഹങ്ങളിൽ നിന്നായി പങ്കെടുത്ത 148 സിസ്റ്റേഴ്സിന് 2026 ജനുവരി 20 തിരുവനന്തപുരം പട്ടം കാതലിക്കേറ്റ് സെന്ററിൽ വെച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പരിശുദ്ധ കുർബാന നൽകുവാനുള്ള അംഗീകാരം നൽകി. കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ആരാധനക്രമവർഷ സെക്രട്ടറി ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഓഫ്ലൈൻ ട്രെയിനിംഗ് കോഴ്സ് നടത്തപ്പെട്ടു. വചനവർഷത്തിന്റെ ഭാഗമായി പ്രീച്ചിംഗ് മിനിസ്ട്രിയുടെ സെക്കൻഡ് ഫേസ് ഓഫ്ലൈൻ ട്രെയിനിംഗ് ജനുവരി 16 മുതൽ 18 വരെ തിരുവല്ല ശാന്തി നിലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ബെനഡിക്ട് മൂഴിക്കര OIC, സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആരാധനക്രമവർഷ ഏകദിന പരിശീലനം നടത്തപ്പെട്ടു. ബദനി വിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിനായുള്ള ആരാധനക്രമവർഷ ഏകദിന പരിശീലനം ജനുവരി 24 തിരുമൂലപുരം പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. ആരാധനക്രമവർഷ കോർഡിനേറ്റർ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ആരാധനക്രമവർഷ സെക്രട്ടറി ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ഫാദർ സ്കോട്ട്സ് ലീബ പുളിമോടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. MCMF തിരുവനന്തപുരം മേജർ ദ്വിഭദ്രാസന സമിതിയുടെ 2026-27 വർഷത്തെ ഭാരവാഹികൾ ജനുവരി 23 തിരുവനന്തപുരം പട്ടം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ദ്വിഭദ്രാസന അധ്യക്ഷനുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതിയ ഭരണസമിതിക്ക് മേജർ ദ്വിഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ യൂഹാനാൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ പ്രാർത്ഥനാശംസകൾ നേർന്ന് സംസാരിച്ചു. ശ്രീമതി അനിത അലക്സ് പ്രസിഡന്റായും, ശ്രീമതി സിജി സജി സെക്രട്ടറിയായും, ശ്രീമതി ജീന എബി ട്രഷററായും, ശ്രീമതി പങ്കജം തങ്കച്ചൻ വൈസ് പ്രസിഡന്റായും, ശ്രീമതി ജാൻസി O ജോയിന്റ് സെക്രട്ടറിയായും, ശ്രീമതി ജെസ്സി റെജി സഭാതല പ്രതിനിധിയായും, ശ്രീമതി ലൗലി രാജൻ സഭാതല സമിതി നോമിനിയായും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആനിമേറ്റർ സിസ്റ്റർ പ്രശാന്തി സന്നിഹിതയായിരുന്നു. ക്രമീകരണങ്ങൾക്ക് അതിഭദ്രാസന ഡയറക്ടർ ഫാദർ തോമസ് മരോട്ടിമൂട്ടിൽ നേതൃത്വം നൽകി. MCYM തിരുവനന്തപുരം മേജർ ദ്വിഭദ്രാസന സമിതിയുടെ 2026-27 വർഷത്തെ ഭാരവാഹികൾ ജനുവരി 20 തിരുവനന്തപുരം പട്ടം ബിഷപ്സ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതിയ ഭരണസമിതിക്ക് മേജർ ദ്വിഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ യൂഹാനാൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ പ്രാർത്ഥനാശംസകൾ നേർന്ന് സംസാരിച്ചു. ശ്രീ ജോജി ക്ലമൻ പ്രസിഡന്റായും, ശ്രീ ജിജോ S ജോയ് ജനറൽ സെക്രട്ടറിയായും, ശ്രീ ക്രിസ് P റജി ട്രഷററായും കൂടാതെ 12 അംഗ എക്സിക്യൂട്ടീവ് സമിതിയുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. അതിഭദ്രാസന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അലോഷ്യസ് തെക്കേടത്ത്, ആനിമേറ്റർ സിസ്റ്റർ ദിവ്യ ജോസ് DM എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രമീകരണങ്ങൾക്ക് അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ജോഷുവ കൊച്ചുവിളയിൽ നേതൃത്വം നൽകി. 62ാമത് റാന്നി കാത്തലിക് കൺവെൻഷന് തുടക്കമായി. 62ാമത് റാന്നി കാത്തലിക് കൺവെൻഷന് ജനുവരി 23 റാന്നി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് തുടക്കമായി. ആരാധനക്രമവർഷ പ്രദക്ഷിണത്തോടും സ്ലീബ സ്ഥാപനത്തോടും കൂടിയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് പുത്തൻപുഴയിൽ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും ബൈബിൾ അധിഷ്ഠിത ക്ലാസ് നയിച്ചു. ഫാദർ മാത്യു തടത്തിൽ, അഡ്വക്കേറ്റ് ലെവിൻ വേണാട്ട് എന്നിവർ പ്രസംഗിച്ചു. ജനുവരി 23 മുതൽ 25 വരെ വൈകിട്ട് 5:30 മുതൽ 8:30 വരെയാണ് കൺവെൻഷൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.